നമസ്തേ. ഇത് ചെറു തിരുനാവായ ക്ഷേത്രം, തവനൂർ. ഈ ക്ഷേത്രത്തിൽ ശിവൻ്റെ സാന്നിധ്യമാണ് നമ്മൾ നേരെ മുമ്പേ കാണുന്നത്. നമുക്ക് ഈ ഭാഗത്ത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഊർജ്ജ ലെവൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങനെ 3 കണക്ഷനായിട്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഏരിയ ഓവുചാലിന്ന് ഇവിടെ നമ്മുടെ നമസ്കാര മണ്ഡപം വരെ വരുന്ന ആ ഏരിയയിലാണ് ശിവൻ്റെ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുക. കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഈ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ശിവ സാന്നിധ്യം. അതിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരെ സഹസ്രാരത്തിൽ നിന്ന് നമുക്ക് നേരെ താഴേക്ക് വലത്ത് വശത്ത് ശരീരത്തിൻ്റെ പിങ്കളനാടി എന്ന് പറഞ്ഞാൽ വലത്ത് വശം മുഴുവനായിട്ട് നമുക്ക് ആ ഊർജ്ജ പ്രസരണം നമുക്ക് സെൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ഈ ഏരിയയിൽ നിന്നിട്ടാണ് ശിവനെ കൂടുതലും നമ്മൾ ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക ചെയ്യേണ്ടത്. ഇതാണ് ഇവിടുത്തെ ഊർജ്ജം. ഇപ്പം നിങ്ങൾ നേരെ സഹസ്രാരത്തിൽ നല്ല ഊർജ്ജം നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ സാധിക്കും. കാരണം ഇടത്തും വരുന്നുണ്ട്, അത് അപ്പുറത്തുനിന്ന് വരുന്നതാണ്. അത് ഞാനിപ്പോൾ പറയാം നന്ദികേശൻ്റെ. ഇപ്പോൾ പക്ഷേ ശിവൻ്റെ എനർജി ഊർജ്ജ പ്രസൻസ് ഇവിടെ നിന്നാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. പിന്നെ റൈറ്റ് ഹാൻഡ് നമുക്ക് ഇപ്പോൾ ഇവിടെയാണ് ക്ലിയറായിട്ട് നിങ്ങൾക്ക് റൈറ്റ് സൈഡ് ഓഫ് ദി ബോഡി. അപ്പോൾ നമുക്ക് ആ ഓവുചാലിൽ നിന്ന് ഇങ്ങടേക്ക് വരുന്ന ആ ഏരിയയിൽ നിങ്ങൾ നിൽക്കണം. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ഫുൾ വൈബ് കിട്ടത്തുള്ളൂ. നമ്മളിഞ്ഞും നേരെ ഇതിൻ്റെ ഊർജത്തിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോവാണ്. ഇപ്പം നമുക്ക് നന്ദികേശൻ്റെ ഇവിടെ ശരിക്കും ശ്രീകോവിലിൻ്റെ മുമ്പിലല്ല നന്ദികേശൻ ഇരിക്കുന്നത്. നമസ്കാര മണ്ഡപം കണ്ടില്ലേ? അപ്പോൾ ഇവിടെയല്ല നന്ദികേശൻ ഇരിക്കുന്നത്, ഇപ്പുറത്തെ സൈഡിലാണ്. ഇവിടെ പണ്ട് യാഗഭൂമിയായിരുന്നു, പരശുരാമൻ യാഗം നടത്തിയ സ്ഥലമാണ്. അപ്പോൾ ത്രിമൂർത്തികൾ വന്നപ്പോൾ ഈ 3 പൊസിഷനിലിരുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്ദികേശൻ്റെ പ്രസൻസ് നന്ദികേശൻ്റെ പ്രസൻസ് നമ്മൾ ഇവിടെയാണ് സെൻസ് ചെയ്യാൻ പറ്റുക. നന്ദികേശൻ ഇരിക്കുന്ന ആണ്. അപ്പോൾ നന്ദികേശന് മുമ്പുള്ള പൊസിഷനിൽ ഇങ്ങടേക്ക് ഉള്ള ഏരിയയിൽ നിങ്ങളുടെ മൂലാധാരവും സ്വാധിഷ്ഠാനവും ഇത് രണ്ടും, ഈ 2 ചക്രയാണ് നന്ദികേശൻ്റെ ആക്ടിവ്. ഇത് നമുക്ക് പുഴയുടെ ആ അപ്പുറത്ത് അവിടം വരെ നമുക്ക് ഇതേ ഊർജ്ജം നമുക്ക് അവിടെ സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും യാഗം കാണുന്നൊരു പ്രതീതിയിലാണ് അദ്ദേഹം നന്ദികേശൻ്റെ ഒരു ഇരിപ്പ്. നമുക്ക് ആ പുഴയിൽ നിന്ന് ഇങ്ങോട്ട് ഈ കരയിലേക്ക് നടന്നു വരുമ്പോൾ അവിടെ നിന്നേ തുടങ്ങി സ്വാധിഷ്ഠാനവും മൂലാധാരവും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഫീൽ കിട്ടും. അപ്പോൾ നന്ദികേശനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എനർജി മാറും. അപ്പോൾ ഇവിടം വരെയാണ് നന്ദികേശൻ്റെ സ്ട്രൈറ്റിൽ നിന്ന് ഇപ്പുറത്തേക്ക് നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് നമുക്ക് വേറെ എങ്ങും കിട്ടാറില്ല. ഈ സാധാരണ യോഗീസായാലും ജപത്തിലായാലും താഴത്തെ ചക്രാസ് ഏറ്റവും ലാസ്റ്റാണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം അവിടെ നിങ്ങൾ എനർജിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഫീലിംഗ് കുറവായിരിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഈ 2 ചക്രയും നല്ല സിമ്പിളായിട്ട് ഇവിടെ നിന്നാൽ മതി, നമുക്ക് അവിടെ ചാർജ് ചെയ്യുന്ന ഫീൽ കിട്ടും. ഇതാണ് നന്ദികേശൻ. ഇനി ഇവിടുന്ന് നമ്മൾ മാറിക്കഴിയുമ്പോൾ ഇവിടെ ഗണപതി കോവിലുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ അമ്മയുടെ ചൈതന്യം, പാർവതി ദേവിയുടെ ചൈതന്യം. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ബാക്ക് മൊത്തം പാർവതി ദേവിയാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നമുക്ക് റൈറ്റ് സൈഡ് കിട്ടിയെങ്കിൽ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഇടനാടിയാണ് ആക്ടിവേഷൻ, ഫുൾ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബോഡി ഫുൾ ആക്ടിവേഷനിലാണ്. അടുത്ത കയ്യിലേക്കൊക്കെ നല്ല തരിപ്പ് നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇപ്പോൾ അടുത്ത കൈ മാത്രമല്ല, മൊത്തം ശരീരത്തിലേക്ക് സഹസ്രാരം തുടങ്ങി കാല് വരെ ഫുൾ ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സെൻസ് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ സൈഡിലേക്ക് ഓവിച്ചാൽ വരെ ദേവിയുടെ ചാർജുണ്ട്. ഓവിച്ചാൽ വരെ ഉണ്ട്. ഈ ഓവിൻ്റെ ഇവിടെ വരുമ്പോൾ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടമീങ്ങളെ
ഒരേ സമയം ആക്ടിവേഷൻ വരും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നിങ്ങളുടെ ഇടത്തെ സൈഡും വലത്തെ സൈഡും ഒരേ സമയം ശിവശക്തിയുടെ ആക്ടിവേഷൻ നമുക്ക് ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, രണ്ട് സൈഡും രണ്ട് വൈബ്രേഷൻ നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ സാധിക്കും. ഒന്ന് റൈറ്റ് സൈഡ് കൂള് ശിവൻ്റെയും ലെഫ്റ്റ് സൈഡ് ശക്തിയുടെയും. അത് മുകളിൽ നിന്ന് കൂളായി വന്നു തുടങ്ങി. നമ്മുടെ എനർജി ആക്ടിവേഷൻ കുറഞ്ഞ് കൂളാവുന്നു. രണ്ട് കൈയിലും നമുക്ക് സെൻസ് ചെയ്യാം. നേരെ കാല് മേൽക്കായി, അങ്ങനെ ബോഡി ഇവിടുത്തെ വൈബുമായിട്ട് മാച്ചായി, കൂളിങ്ങായി. കാല് മേൽക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഊർജ്ജ സംബന്ധമായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. നമസ്തേ.